ഡിയർ സ്റ്റുഡൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഓഡിയോ ഇടുന്നത്. ഏറെക്കാലമായിട്ട് കാത്തിരുന്ന DME-PSC സ്റ്റാഫ് നഴ്സ് നോട്ടിഫിക്കേഷൻ ഡിസംബർ 16 പബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇത് കാത്തിരുന്നതാണ്. കുറേയധികം പേര് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറേയധികം പേര് ഇനി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എനിവേ, ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 2014 ആദ്യമായിട്ട് DME-PSC സ്റ്റാഫ് നഴ്സ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ പരീക്ഷകൾ നടക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. PSCയുടെ നഴ്സിംഗിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും പോസ്റ്റിംഗ് നൽകി കേവലം 1.5 വർഷം കൊണ്ട് ലിസ്റ്റ് അവസാനിക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇപ്പോൾ സോഡിയാക്കിൻ്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കാലയളവിൽ പരീക്ഷ ഇരുത്തിയ എല്ലാവർക്കും തന്നെ സർക്കാർ ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ എത്താനും കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവമായിട്ട് ഒരു അക്കാദമിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന നേട്ടമാണ്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോട്ടിഫിക്കേഷൻ പീരീഡ് തൊട്ട് പരീക്ഷാ കാലയളവ് വരെ എല്ലാവർക്കും ഒരേ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ആർക്കും കൂടുതലും കുറവുമൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നു, ജോലി നേടിയെടുക്കാൻ പറ്റുന്നു, ചിലർക്ക് അതിന് സാധിക്കുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കൂട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന സമയത്ത് എല്ലാവർക്കും വലിയ ആവേശം വരികയും വലിയ മോട്ടിവേറ്റർ ആവുകയും പഠിക്കാൻ വേണ്ടി തുടങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഗ്രാഫ് ഗ്രാജുവലി താഴ്ന്ന് വരികയും പിന്നീട് പരീക്ഷയുടെ ഡേറ്റ് വരുമ്പോൾ മാത്രം വീണ്ടും മോട്ടിവേറ്റർ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് ഒരു കാരണവശാലും അത്തരത്തിലല്ല മുന്നോട്ട് പോകേണ്ടത്. അതിന് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷനും സ്റ്റഡിയുമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ടൈറ്റായിട്ടുള്ള ഒരു ഷെഡ്യൂളിലായിരിക്കും ഈ പ്രാവശ്യം പരീക്ഷ പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പുറത്തേക്കുള്ള റിക്രൂട്ട്മെൻ്റൊക്കെ ഓൾമോസ്റ്റ് പല കാരണങ്ങൾ കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നേരത്തെ കൂട്ട് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് പോകാമെന്ന് ഉള്ള ഒരു സാഹചര്യം താൽക്കാലികമായിട്ടെങ്കിലും സ്റ്റോപ്പായിരിക്കുകയാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുമുണ്ട്. ഭരണമാറ്റങ്ങൾ വരുന്നതും കുടിയേറ്റ നിയമവും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇനി പുറത്ത് പോയിട്ടുള്ള പല ആൾക്കാരും തന്നെ നാട്ടിലൊരു സർക്കാർ ജോലി എഴുതിയെടുത്ത് ലീവ് എടുത്തിട്ട് പോകാം എന്നുള്ള ചിന്തിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ദെൻ അടുത്തതായിട്ട് വന്ന ഏറ്റവും അനുകൂലമായ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +2 സയൻസ് പഠിക്കാത്ത കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ഇതുവരെ. ഈ പ്രാവശ്യത്തെ പരീക്ഷയിൽ തീർച്ചയായിട്ടും അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ കേരളത്തിൽ മാത്രമായിരുന്നു അത്തരത്തിലുള്ള ഒരു അവസരമില്ലാതിരുന്നത്. ഈ പ്രാവശ്യം അത്തരത്തിലുള്ള കുട്ടികളെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഏകദേശം 10-30,000 പേരെ ഇൻക്ലൂഡ് ചെയ്യും എന്ന് ആണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട 12,000 എന്ന് പറയുന്ന കണക്ക് ഏകദേശം 3 വർഷം 4 വർഷം കാലയളവിലുള്ള കുട്ടികളുടെ നമ്പർ മാത്രമാണ്. ഏകദേശം 8ഓളം കൊല്ലത്തെ കുട്ടികളുടെ നമ്പർ വരുമ്പോഴത്തേക്ക് ഏകദേശം 35,000 കുട്ടികൾ വരെ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി മുന്നോട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കെല്ലാം കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കാണുന്ന കൂട്ട് തന്നെ ഒരു എന്താ പറയുക, അലസ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തൊട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഊർജം തുടർന്ന് പരീക്ഷയുടെ ദിവസം വരെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വ്യക്തിക്ക് 100 ഉള്ളിൽ ഉള്ള റാങ്ക് സ്വന്തമാക്കാൻ പറ്റും. 100 റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആദ്യ അഡ്വൈസിൽ തന്നെ നമ്മുടെ പേരുണ്ടാവും. ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവുക. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.